ഉപായം കൊണ്ട് ഓട്ടടക്കുക എന്നുള്ളൊരു പ്രയോഗം ഉണ്ട് കേട്ടോ മലപ്പുറത്ത്. ഞാനിന്ന് അങ്ങനത്തെ ഒരു പരിപാടിയിലാണ്. ഒട്ടുമിക്ക വീട്ടിലും ഈ ഒരു പ്രയാസം ഉണ്ടാവും. നമ്മളെ വീട്ടിൽ നല്ലോണം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള ഒരു പണിയിലാണ്. ആ പണീൻ്റെ അടിയിൽ ചായ വന്നപ്പോഴാണ് എനിക്കും ഇങ്ങനെ തോന്നിയത് ഇത് നിങ്ങളേറ്റും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന്. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ. ഇനി മാത്രമല്ല ഞാൻ ഈ ചെയ്യണത് ഇത് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട, ഇതിനെക്കാട്ടി എളുപ്പമാർഗം വേറെ ഉണ്ട് എന്നുള്ള ആർക്കെങ്കിലും വല്ല അഭിപ്രായമോ ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്നും ഇങ്ങോട്ട് കമൻറ്റിൽ കൂടെ എന്നോട് ഇങ്ങോട്ടും ഷെയർ ചെയ്തോളി, എനിക്കും തിരുത്താലോ. അപ്പം അതിന് എൻ്റെ അടുത്തുള്ളത് ഹോളോ ബ്രിക്സ് ആണ്, ഓടിൻ്റെ ഹോളോ ബ്രിക്സ് ആണ്. ആദ്യം നമ്മളിത് നേർ പകുതിയാക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു 14 ഇഞ്ചാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ 7 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യാണ്, നേർ പകുതിയാക്കുകയാണ്. ആ 2 ബ്ലോക്ക് നമ്മൾ നേർ പകുതി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, 4 പീസാക്കി മാറ്റി. ഇനി ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൂടി വരാനുണ്ട്. ഇതിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ചിൽ, അതേപോലെ താഴേന്ന് മേലോട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതാണ് 5 ഇഞ്ച്. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇവിടെ 3 മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്തോടത്തേക്ക് ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ലെവലിൽ ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്യണം. 2 രീതിയിൽ കട്ട് ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ആ കറക്റ്റ് സ്ലോപ്പിലാക്കിയിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി വൃത്തിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ എൽ ഷേപ്പിൽ കട്ട് ചെയ്താലും മതി കേട്ടോ. ഇതാകുമ്പോൾ കട്ട് ചെയ്യാൻ സുഖമാണ്. എന്തായാലും നേരത്തെ പറഞ്ഞ അതേ അളവ് തന്നെയാണ് കട്ട് ചെയ്തത്, പക്ഷേ സ്ലോപ്പല്ല, എൽ ഷേപ്പാണ് എന്ന് മാത്രം. ഇതെല്ലാ വീട്ടിലും ഇതേ അളവാവില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് അനുസരിച്ചുള്ള അളവിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ റെഡി ആകുമ്പോൾ നമ്മളിതാ ഈ ഒരു കോലാവും കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ. നമ്മളെ വീടിൻ്റെ നേരെ മേൽക്കാണ് നോക്കിയാണ്, ആ എയർ ഹോളിൻ്റെ നേരെ താഴെ ഉണ്ടാകും ഒന്നായിട്ട് പ്രാവുകൾ അപ്പിട്ടതാണത്. അപ്പോൾ അവിടെ ജോലി കയറാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെക്കുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവ് കയറില്ല, എന്നാലോ ഇതിന് ഈ ഒരു ഹോൾ ഉള്ളതുകൊണ്ട് എയർ പാസേജ് തടസ്സപ്പെടില്ല. ഞാൻ ഈ വക പണിയൊക്കെ ഇവിടെ എടുത്തിട്ടും ഇത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും കണ്ടാൽ നിങ്ങളൊരു ഉസുറും പൊടിയില്ലാതെ പ്രാവുകൾ തൊട്ടടുത്തുള്ള എയർ ഹോളിൽ വന്നിക്കണ്. എന്താ ഇപ്പോൾ ഇവരെ കൊണ്ട് ചെയ്യുക, ബ്ലഡി ഫൂൾസ്. ഏതായാലും ആ ഹോളോ ബ്രിക്സ് വെച്ച എയർ ഹോൾക്ക് ഇനി എന്തായാലും ഓൾക്ക് കയറാൻ പറ്റില്ല. അപ്പം ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഹോളോ ബ്രിക്സുകൾ വാങ്ങേണ്ടി വരും. ഈ രീതിയിൽ ഒരു എയർ ഹോൾ അടക്കാൻ എനിക്ക് 210 റുപ്യ ചിലവായി. ഇതിലും ചിലവ് പറഞ്ഞാൽ വല്ല മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. പ്രാവ് കയറും ചെയ്യരുത്, കാറ്റ് കയറും വേണം, വീടിൻ്റെ ഉള്ളിൽ നിന്ന് വെക്കാനും പറ്റണം. കാരണം അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതൊരു പ്രയാസമാണ് പുറത്തുനിന്ന്.